ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഒരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ടേബിളിനെ മേക്ക് ഓവർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതൊരു 10-20 വർഷം പഴക്കമുള്ള ഒരു ടേബിളാണ്. നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ടേബിളാണ് കേട്ടോ. അപ്പം നല്ല പഴക്കമുണ്ട്, അതിൽ കുറേ തുരുമ്പൊക്കെ ആയിട്ടുണ്ട്, അതേപോലെ നല്ലതായിട്ട് പന്നലായിട്ടുണ്ട്. സോ അതിനെ ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. സോ ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് വൈറ്റാണ് മേടിച്ചത്. ഫുൾ ഒരു വൈറ്റ് രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. ടേബിൾ മൊത്തത്തിൽ കളറ് വൈറ്റ് ഒരു തീമാക്കുന്ന രീതിയിലാക്കാം. സോ ഞാനിവിടെ ബാക്കി അതിൻ്റെ കമ്പിയിലും ആ ഒരു ബോക്സിലും ബാക്കി ഫുൾ സ്റ്റീൽ വരുന്ന പോർഷനിലെല്ലാം ഞാൻ നമ്മൾ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കോട്ട് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ അത്ര അടിച്ചുള്ളൂ. ഇതേപോലെ നല്ലതായിട്ട് ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. ഒരു 2.5 ബോട്ടിൽ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. 2 കോട്ട് എനിക്ക് കറക്റ്റ് അടിച്ച് ഫിനിഷിംഗ് ആക്കി എടുക്കാനായിട്ട് 2.5 ബോട്ടിൽ സ്പ്രേ പെയിൻറ്റ് എനിക്ക് വേണ്ടി വന്നു. ഇനി ഇതിൻ്റെ മോൾ ഭാഗത്ത് ഈ ഒരു മൈക്ക പോലത്തെയാണ്, പക്ഷേ അതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, സൈഡൊക്കെ കുറച്ചൊക്കെ ഇളകിപ്പോയ ഒരു ടൈപ്പാണ്. എന്നാൽ ഒത്തിരി പഴയ മേശയാണ്. സോ ഞാൻ മോൾ വശത്ത് ഇതേപോലെ PVC വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അതും ഞാനൊരു വൈറ്റ് തെയിം തന്നെയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റിൽ ഇതേപോലെ നമ്മളൊരു ടൈലൊരു ഗ്രാനൈറ്റൊക്കെ പോലത്തെ ഫിനിഷ് വരുന്ന ഒരു കളറിലുള്ള ഒരു വാൾപേപ്പറാണ്. അത് PVC ആണ്, വാട്ടർ പ്രൂഫാണ്, ഓയിൽ പ്രൂഫാണ്, എല്ലാം അങ്ങനത്തെയാണ്. നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് വാൾപേപ്പർ ഉണ്ടല്ലോ, അതാണ്. നമ്മൾ കിച്ചൺ സ്ലാബിലൊക്കെ നമുക്ക് ഇടാമല്ലോ, ആ ടൈപ്പിലെയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളം വീണാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കീറിപ്പോവും, ചീത്തയായി പോകില്ല. നല്ല ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ വിലയൊന്നുമില്ല, 200 സംതിങ് ആണ് 2 റോളിന് വരുന്നത്. എനിക്ക് ഒരു റോള് പോലും വേണ്ടി വന്നിട്ടില്ല നമുക്ക് ഈ ഒരു മേശ ചെയ്യാനായിട്ട്. കറക്റ്റ് എനിക്ക് ആ ഒരു വീതി വന്നത് കാരണം എനിക്ക് കട്ട് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. കറക്റ്റ് എൻ്റെ ആ ഒരു ടേബിളിൻ്റെ അതേ വീതി തന്നെയായിരുന്നു നമ്മളുടെ വാൾപേപ്പർ. സോ അപ്പം ഞാനും പുണ്യാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അതൊന്ന് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. കാരണം എയർ ബബിൾസ് ഒന്നും കയറാതെ അതിങ്ങനെ ഒട്ടിച്ചെടുക്കണമല്ലോ. എയർ ബബിൾസ് കയറി കഴിഞ്ഞാൽ പിന്നെ വൃത്തികേടാവും, ആകെ മൊത്തം കുളമാവും. സോ എയർ ബബിൾ കയറാതെ ഇങ്ങനെ കുറേശ്ശെ അവളിങ്ങനെ പീൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഒരു സ്ക്രാപ്പർ പോലത്തെ സംഭവം വെച്ചിട്ട് അതിങ്ങനെ നീക്കി എടുക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പഴയ മേശ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ DIY ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് വാൾപേപ്പറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പം ഞാൻ അതിൻ്റെ താഴത്തെ ഡ്രോവറിലും ഒക്കെ ഞാൻ അതിൻ്റെ ഒരു വാൾപേപ്പർ തന്നെ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഡ്രോവറിൽ താഴത്തെ മുകളിലത്തെ ഡ്രോവറിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ DIY ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എൻ്റെ ടേബിളിൻ്റെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.